This call is now being recorded. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ. അപ്പം ഇങ്ങനെ ഈ ഫോർമാറ്റ് ആയിരിക്കും ക്വസ്റ്റിൽ തരുന്നത്. ഇങ്ങനെ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ വൈ ഈസ് ഈക്വൾ ടു ടു പവർ ഇ പവർ ടു ടി, അതായത് ഡി വൈ ബൈ ഡി ടി പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു വൈ ഈസ് ഈക്വൾ ടു സീറോ. ഇതിനാണ് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ. യൂണിവേഴ്സിറ്റി എക്സാമിന് ഉറപ്പായിട്ട് ഏകദേശം ഒരു 95% ക്വസ്റ്റിനിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇരിക്കൂല, ബിഗ് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം അതിൻ്റെ ബേസിക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടിയെങ്കിൽ നമ്മൾ എന്തിനു ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഫോർമാറ്റിലോട്ട് മാറ്റുക. ഇപ്പോൾ നമ്മുടെ ഫോർമാറ്റ് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡി സ്ക്വയർ മൈനസ് 5d പ്ലസ് 6 × x ഓർ y ഈസ് ഈക്വൽ ടു 2 × e⁴2t. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ എന്താണ്? ഡി സ്ക്വയറിൻ്റെ പർട്ടിക്കുലർ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിച്ച് പർട്ടിക്കുലർ കോംപ്ലിമെന്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അതിനുശേഷം പർട്ടിക്കുലറിൻ്റെ കണ്ടുപിടിക്കുക. e⁴2t ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. സോ അതിൻ്റെ ഡിന് വരെ നമ്മൾ എന്ത് ചെയ്യുക? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്തിനാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പം ഇത് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ടൈപ്പ് ആക്കി മാറ്റുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിൽ ഈ ഡി എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി എക്സ് എന്ന് എഴുതുന്നു. ഡി എക്സ് പ്ലസ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 2e⁴2t. അതായത് ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ, എക്സിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു e⁴2t എന്ന് കിട്ടും. അതേപോലെ രണ്ടാമത്തെ എങ്ങനെ എഴുതും? dy പ്ലസ് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ എന്താണ്? അത് എക്സിൻ്റെ ടൈം ആദ്യം 3x പ്ലസ് വൈയുടെ എന്താണ്? ഡി പ്ലസ് 2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടും. അതല്ലേ ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ് ഡി ടി. നമ്മൾ ആ ഡി എക്സിനെ ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഡി വൈ ബൈ ഡി എക്സ്, ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇത് ഡി വൈ ബൈ ഡി ടി ആണ്. ഡി ടിയിലെ നമുക്ക് ഒരേ ഒരു ഫോർമാറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. അപ്പോൾ എങ്ങനെ കിട്ടി? ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3y ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് ഈക്വൽ 3 ഇൻറ്റു 2e⁴2t. 2 അല്ലേ, സോറി 2 ഉണ്ടല്ലോ ഇവിടെ. 2 ഇൻറ്റു e⁴2t, 2 ഇൻറ്റു e⁴2t. അതേപോലെ 3x പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു y ഈക്വൽ 0. അപ്പോൾ ഇനി ഞാൻ ഇത് മാറ്റിയാണ്. ഈ ഇക്വേഷൻ മാത്രമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എടുക്കാൻ പോകുന്നത്, ഈ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അതിനെ ഒന്നുകൂടെ എഴുതി തരാം. അതായത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഏതാണ്? ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3y ഈക്വൽ ടു 2 ഇൻറ്റു e⁴2t. അതേപോലെ 3x പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു വൈ, ഡി പ്ലസ് 2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. ഇതാണ് രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഏതെങ്കിലും ഒന്നിലെ എക്സിനെ എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ടും, ഫസ്റ്റ് ഇക്വേഷന് ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 കൊണ്ടും, ഇവിടെ എന്താണ് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡി പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ ഇത് രണ്ടും ഒരേപോലെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് മാറുമ്പോൾ നമുക്ക് വൈയുടെ കോഎഫിഷ്യൻറ്റ് മാത്രം കിട്ടും. അത് വെച്ച് ചെയ്യാം. എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം അല്ലെങ്കിൽ എന്താണോ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റോ അതിനെ വൈ കൊണ്ടും, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണോ അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 3 ഇൻറ്റു ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 3 എത്ര? 9y ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 എത്ര? 6 ഇൻറ്റു e⁴2t. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കാം. അടുത്ത രണ്ടാമത്തെ എന്താണ്? ഡി പ്ലസ് 2 കൊണ്ട് എല്ലാത്തിനെയും ടോട്ടലിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 3 ഇൻറ്റു അതും അതേപോലെ തന്നെ 3 ഇൻറ്റു ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു ഡി പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്നിട്ട് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇവിടെ 0 ഇൻറ്റു ഡി പ്ലസ് 2 0. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇതിനെയാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 3 മൈനസ് 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി പ്ലസ് 2 ഇതിങ്ങനെ കിട്ടും 9y മൈനസ് ഡി പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 6e⁴2t. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുമ്പോൾ 9y മൈനസ് ഇതിന് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, അപ്പോൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഹോൾ ഇൻറ്റു വൈ ആണ് ഇൻറ്റു 6e⁴2t. അതായത് വെളിയിൽ 9y മൈനസ് ഇതിനകത്തോട്ട് കയറ്റുമ്പോൾ ഡി സ്ക്വയർ വൈ പ്ലസ് 4 ഇൻറ്റു ഡി വൈ പ്ലസ് 4y ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു e⁴2t. ക്ലിയർ ആണ്?
അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 9y ഇവിടെ ഒരു 4y, അപ്പോൾ 9 4 13y. അപ്പോൾ ഡി സ്ക്വയർ, ഇവിടുത്തെ ഡി സ്ക്വയർ, ഇവിടുത്തെ 4d മൈനസ് ഡി സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ പ്ലസ് ഡി സ്ക്വയർ മൈനസ് 4d എല്ലാത്തിനെയും മൈനസ് ആക്കി. 9 4 13 മൈനസ് 13 ഹോൾ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇ പവർ 2. ഈ സ്റ്റെപ്പ് മനസ്സിലായ? ഇത് 9 4 എത്ര, 13. 13. അപ്പം മൈനസ് 13. ഇപ്പം എല്ലാത്തിനെയും മൈനസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത്. കാര്യം എന്താണ്, മൈനസ് ചെയ്താലേ നമുക്ക് മൈനസ് ഡി സ്ക്വയറിന് പ്ലസ് ഡി സ്ക്വയർ. അപ്പം പ്ലസ് ഡി സ്ക്വയർ മൈനസ് 4d മൈനസ് 13 ഈസ് ഈക്വൽ ടു മൈനസ് 6 ഇ പവർ 2t. മൈനസ് കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ റൈറ്റ് എഴുതാനായിട്ട്. അപ്പോൾ ഒന്നിനും ചേഞ്ച് വരത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യാൻ അറിയാമല്ലോ. ഈ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ അറിയാം, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അറിയാമല്ലോ. എന്താണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ? ആണ് ഈ അടുത്ത സ്റ്റെപ്പ്, അടുത്തൊരു ചെയ്യും. ഇത് കിട്ടിയത് അറിയാമല്ലോ, അപ്പോൾ ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എലിമിനേറ്റ് y ഫ്രം, അതാണ്ട് dx പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ 2t. അതേപോലെ മൈനസ് എക്സ് പ്ലസ് ഡി വൈ ഈസ് ഈക്വൽ ടു കോസ് 2t. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഇത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫോർമാറ്റിലോട്ട് മാറ്റുക. അപ്പോൾ ഫോർമാറ്റിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇക്വേഷനെ ഡി കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ മൈനസ് 1 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഇക്വേഷനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ല ഫസ്റ്റ് ഇക്വേഷനെ ഡി കൊണ്ട്, ഫസ്റ്റ് ഇക്വേഷനെ 1 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 കൊണ്ട് മൾട്ടിപ്ലൈ അതേ തന്നെ ഇക്വേഷൻ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ 2t. രണ്ടാമത്തെ ഇക്വേഷനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡി എക്സ് പ്ലസ് ഡി സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു ഡി ഓഫ് കോസ് 2t. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ ഇത് ഡി എക്സ് ക്യാൻസൽ ആയി പോകും, 0. ഇതെന്താണ്, ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ. ഇവിടെ ഒരു ഡി സ്ക്വയറിൻ്റെ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഡി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഈ കോസ് 2t ഡിഫറൻഷിയേഷൻ ഓഫ് കോസ് 2t എന്താണ്, മൈനസ് സൈൻ 2t ഇൻറ്റു 2. അതായത് സൈൻ 2t ഇനി പ്രസ് ചെയ്യണം, അപ്പോൾ ഇതെന്താണ്, മൈനസ് 2 സൈൻ 2t. ഇത് വിട്ടാൽ മൈനസ് 2 സൈൻ 2t മൈനസ് സൈൻ ടി എന്താണ്, അല്ല മൈനസ് 2 സൈൻ 2t പ്ലസ് സൈൻ 2t. അപ്പോൾ മൈനസ് 2 പ്ലസ് 1 മൈനസ് 1, അപ്പോൾ മൈനസ് സൈൻ 2t. ഇത് ഇത്രയും മനസ്സിലായാൽ നോക്കിയേ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സോൾവ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഇതേപോലെ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കുക. നേരത്തെ ഇക്വേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിനെ എലിമിനേറ്റ് ചെയ്യുക. നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇത് നമുക്ക് ചെയ്യാൻ അറിയാമല്ലോ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്, എം സ്ക്വയർ പ്ലസ് 1, ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. എം സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്താണ് 1 എന്ന് വരും, ഐ എന്ന് വരും. കാര്യം എം സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1 ആണ് ഇവിടെ. എം സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1 ആകുമ്പോൾ എം ഈസ് റൂട്ട് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താണ്, 0. ബീറ്റയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്, ഓക്സിലറി ഇക്വേഷൻ്റെ ഫോർമുല, അല്ല കോംപ്ലിമെന്ററി ഫംഗ്ഷൻ്റെ ഫോർമുല y ഈസ് ഈക്വൽ ഇ ഫോർ ആൽഫ എക്സിൻ്റെ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബി കോസ് എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ്. ശരിയല്ലേ? അപ്പോൾ ആൽഫയുടെ വാല്യൂ ഇ ഫോർ e power 0 x into a cos beta x, a cos x plus b sin x. e power 0 എത്രയാണ്, 1 ആണ്. ഓക്കെ, അടുത്ത എന്താണ്, അപ്പോൾ അത് കിട്ടി. അടുത്തത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെ എഴുതാം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ d സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു മൈനസ് സൈൻ 2t. ഇത് ചെയ്താൽ മതി. ഇതെങ്ങനെ ചെയ്യും, ഇതിൻ്റെ ആൻസർ എന്താണ് എന്ന് പറഞ്ഞേ, എങ്ങനെ ചെയ്യാത്.
കോൺജുഗേറ്റ് എടുത്തിട്ട് കോൺജുഗേറ്റാ ഇത് സൈൻ എക്സ് വന്നാൽ എന്ത് ചെയ്യും നമ്മൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ഓർമ്മയുണ്ടോ സൈൻ എക്സിൻ്റെ. അപ്പോൾ ഇവിടെ ഡി സ്ക്വയർ എത്രയാണ് ഇവിടെ, അപ്പോൾ -4 അപ്പോൾ 1/-4 + 1 ഇൻറ്റു മൈനസ് ഇവിടെ വരും സൈൻ 2t എത്രയേ ഉള്ളൂ ആൻസർ. അതായത് എന്താണ് -4 + 1 എത്ര -3 ഇൻറ്റു സൈൻ 2t. ആൻസർ എത്രയാണ് 1/3 ഓഫ് സൈൻ, ഇത് ക്യാൻസൽ ആയപ്പോൾ 1/3 ഓഫ് സൈൻ 2t അതാണ് ആൻസർ. ഓക്കെ ഓക്കെ അപ്പം മനസ്സിലായി. അടുത്ത ക്വസ്റ്റിലോട്ട് പോട്ടോ. അപ്പോൾ ഇതേപോലത്തെ മോഡലാണ് എന്താണ് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. മറ്റേ ഇതിൽ തന്നിട്ടുണ്ട്, ഞാൻ ഒരു ഇത് അയച്ചു തന്നില്ലേ, എൻ്റെ പേരെന്താ, അതിനകത്ത് ഈ സൈമുൾട്ടേനിയസ് ഇക്വേഷനും ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. സെക്കൻഡ് PDF 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോന്ന് അയച്ചു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചത് ഇപ്പം dx/dt + 2x - 3y ഇത് പറയാൻ പറ്റുമോ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 5t. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പുറത്ത് എഴുതാം, dy/dt -3x + 2y = 0. അപ്പോൾ ആദ്യത്തെ ഇതെന്താ എഴുതാൻ, dx എഴുതാമല്ലോ, dx + 2x - 3y = 5t. ഇതെന്താണ് dy - 3x + 2y = 0. ഇതെങ്ങനെ എഴുതാം, എക്സ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ d + 2 × x - 3y = 5t. ശരിയല്ലേ. ഈ ഇക്വേഷൻ ഞാൻ ഇപ്പുറത്തെ എഴുതിയാണ്. ഇപ്പുറത്തെ എന്താണ് -3x ആദ്യം എഴുതിയാണ്. 3x + d + 2 × y = 0. ശരിയല്ലേ, നോക്കിയേ. ഇനി അപ്പോൾ ഇതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ആദ്യത്തെ ഇക്വേഷൻ, ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വയ്ക്കാം, ഇത് 2 എന്ന് വയ്ക്കാം. അപ്പോൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, എക്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു എത്രയാണ്, സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു എന്ത് ചെയ്യും, ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് എത്രയാണ് 3 അല്ലേ. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു -3 വേണം, 3 ഇടാം. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 3 കൊടുക്കുമ്പോൾ 3 × d + 2 × x - 3 × 3 9y -5 × 3 15t = -15t. ഓക്കെ. അടുത്ത ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ d + 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്താണ് -3 × d + 2 × x ഇവിടെ എന്താണ് വരുന്നത്, d + 2 × d + 2 d + 2 the whole square × y = 0. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ രണ്ടാമത്തെ ഇക്വേഷനെ പ്ലസ് ചെയ്യുന്നു, കാര്യം ഇവിടെ മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോൾ ഇവിടെ എന്ത് വരുന്നു, 9y ഉം d + 2 the whole square. അപ്പം പ്ലസ് ചെയ്യാണല്ലോ, അപ്പം മൈനസ് അതേപോലെ തന്നെ കിടക്കും. അതായത് d + 2 the whole square -9 whole × y. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ മൈനസ് വെളിയെ എടുത്തിട്ട് d² + 4d + 4 -9 whole × y. ഓക്കെ. അതായത് -d² + 9 -9 + 4 -5 d² + 4d - 5 × y = ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വന്നു, എന്താണ് പ്ലസ് ആണല്ലോ ചെയ്തത്, 15t എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കാം. ഓക്കെ. -5ഉം -5ഉം +4ഉം എത്രയാണ് പറഞ്ഞത്, 4ഉം 1ഉം വരും. 4ഉം 1 വരുമ്പോൾ 4 × 1 4 4 + 1 5 അല്ലേ, -5 ആണ് വന്നത്. അപ്പോൾ എന്താണ് m - 4 m - 1 -4 -1 -5 -4 × -1 +4 = 0. അതായത് റൂട്ട് എത്ര വരും, m = 4ഉം 1ഉം തരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y = a × e⁻m(x) 4x + b × e⁻x. ഓക്കെ. ഇതാണ് കോംപ്ലിമെന്ററി. പർട്ടിക്കുലർ ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, t ആണ്. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്ത് കാണിച്ചു തരാം. ഇത് മനസ്സിലായോ, ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായി നോക്കി. മനസ്സിലായോ ഇത്രയും സ്റ്റെപ്സ്? ചെയ്ത് നോക്കാം.
ആ മനസ്സിലായി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എഴുതുന്നു, അതിനുശേഷം എക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നു. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ശേഷം നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അടുത്ത പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു എന്താണ് 1 by d സ്ക്വയർ മൈനസ് 4d മൈനസ് 5 ഇൻറ്റു 15t ആണ് അല്ലേ. അപ്പോൾ 15t ഇതെന്താണ്, പോളിനോമിയലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് വെളിയെടുക്കും. 1/15 അവിടെ കിടക്കട്ടെ, 5നെ വെളിയെടുക്കുന്നു. അപ്പോൾ d സ്ക്വയർ മൈനസ് 4d ഡിവൈഡഡ് ബൈ 5 മൈനസ് 1 ഇൻറ്റു ടി അല്ലേ. അപ്പോൾ ഇത് ടീനെ ഒരു ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 1 ആവും, രണ്ടാമത്തെ 0. അപ്പോൾ d സ്ക്വയർ കൂടെ വേണ്ട, d മാത്രം മതി. അതായത് ഇതിൽ 15/5 ആണല്ലോ. അപ്പോൾ എത്ര, 3/3 ഇൻറ്റു ഇതിനെ ഞാൻ മുകളിലോട്ട് കയറ്റിയാണ് -3, മൈനസിനെ വെളിയെടുക്കുന്നു. അപ്പോൾ 1 മൈനസ് d സ്ക്വയർ മൈനസ് 4d ഡിവൈഡഡ് ബൈ 5 ഹോൾ പവർ -1 ഇൻറ്റു ടി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ആദ്യത്തെ ഇത് ചെയ്യുമ്പോൾ 1 മൈനസ് എക്സിൻ്റെ എന്താണ് ഫോർമുല, വാട്ട് ഈസ് ദ ഫോർമുല, ബൈനോമിയൽ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മതി. കാര്യം എന്താണ്, ഇത് പോളിനോമിയലാണ്. പോളിനോമിയൽ ഫസ്റ്റ് സെക്കൻഡ് ഡിഫറൻഷിയേഷൻ 0 ആണ്. അതുകൊണ്ട് ആദ്യത്തെ ഇത് മാത്രം -3 ഇൻറ്റു 1 പ്ലസ് എക്സ്, പ്ലസ് എക്സിൻ്റെ വാല്യൂ എത്ര, d സ്ക്വയർ മൈനസ് 4d ഡിവൈഡഡ് ബൈ 5 ഇത്രയും മതി. കാര്യം എന്താണ്, 1 പ്ലസ് എക്സിന് ശേഷമുള്ള ടീനെ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആവും, രണ്ടാമത്തെ 0 ആയിപ്പോൾ, അതുകൊണ്ട് നമുക്ക് വേണ്ട, ഇൻറ്റു ടി. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -3 -3 ഇൻറ്റു ടി, 1 ഇൻറ്റു ടി എത്ര, ടി. അടുത്ത പ്ലസ് d സ്ക്വയർ ബൈ 5 ഇൻറ്റു ടി. അടുത്തത് മൈനസ് 4/5 ഇൻറ്റു d ഓഫ് ടി. അതായത് -3 എടുത്താൽ ഇതൊരു ടി അതേപോലെ എഴുതും, ഇതിനെ 0 ആയി പോവും, പ്ലസ് ഇത് 4/5 ടിയുടെ 1 ആണ്. അപ്പോൾ ഇങ്ങനെ വരും, -3t അതോട്ട് കയറ്റുമ്പോൾ -3t മൈനസ് 3 ഇൻറ്റു 4 12/5 ആൻസർ. മനസ്സിലായോ, -3t മൈനസ് 12/5. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ എങ്ങനെ എഴുതും, നമ്മൾ ആദ്യം കിട്ടിയ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പർട്ടിക്കുലർ. ഇത്രയും ചെയ്യുന്നതിന് 14 മാർക്കാണ്, 14 മാർക്കാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് മറ്റേ ഇത് ചെയ്ത ശേഷം അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഞാൻ ഒരുപാട് പ്രോബ്ലംസ് അതിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. എന്താ ഞാൻ ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഒരു 95% ക്വസ്റ്റ്യനും ഇത് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്താ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നത്, ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുതി കാണിച്ചില്ലേ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ കാണിച്ചത്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ സോൾവ് എന്ന് പറഞ്ഞാൽ dy/dt പ്ലസ് 3x മൈനസ് 4y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു e⁴2t. അടുത്ത dx/dt ഈസ് ഈക്വൽ ടു dx/dt പ്ലസ് 2x മൈനസ് 5y ഈസ് ഈക്വൽ ടു e⁻². ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് സോൾവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ dy/dx ഉണ്ടെങ്കിൽ അതിനെന്താണ് d ആക്കി എഴുതുക, dy ഇതെന്താണ് dx. അപ്പം dy പ്ലസ് 3x പ്ലസ് മൈനസ് 4y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു e⁴2t. ഇതേപോലെ അടുത്ത എന്താണ് dx പ്ലസ് 2x മൈനസ് 5y ഇസ് ഈക്വൽ ടു e⁻²t. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ ഇതായിട്ട് എഴുതും ആദ്യം. അപ്പോൾ y എടുക്കുമ്പോൾ d-4 ഇൻറ്റു y ഇസ് ഈക്വൽ d-4 ഇൻറ്റു y പ്ലസ് 3x ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു e⁴2t. രണ്ടാമത്തെ കേസിൽ എടുക്കുമ്പോഴാണെങ്കിൽ വൈൻ്റെ വാല്യൂ -5y പ്ലസ് d+2 ഇൻറ്റു എക്സ്, ഏതെങ്കിലും ഒന്ന് എലിമെൻറ്റ് ചെയ്ത് ഏതായാലും കുഴപ്പമൊന്നുമില്ല, e⁻²t. അപ്പോൾ ഇതിൽ y ആണ് വന്നിരിക്കണമെങ്കിൽ വൈനെ എലിമിനേറ്റ്, എക്സ് ആണെങ്കിൽ എക്സിനെ ഏത് വേണമെങ്കിലും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ്റെ കൂടെ എന്ത് കൊടുക്കും, 5 കൊടുക്കും. ഈ ഇക്വേഷൻ്റെ കൂടെ എന്താണ് d-4 കൊടുക്കും. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ ഇക്വേഷനോടെ 5 കൊടുക്കുന്നു, രണ്ടാമത്തെ d-4 കൊടുക്കുമ്പോൾ y എലിമിനേറ്റ് ആവും, പിന്നെ എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ വെച്ചാൽ കണ്ടുപിടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാമോ?
അപ്പൊ ഈ മോഡ്യൂൾ ഏകദേശം തീർന്നു. ഇനി ഒരേ ഒരു പാർട്ടൂടെ ഉള്ളൂ. ഞാൻ ഒന്നോ രണ്ടോ കൂടെ ചെയ്ത് കാണിക്കണോ? നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടോ ചോദിക്കാം സാർ. ഓക്കെ. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കണം. ഞാൻ എല്ലാം അയച്ചു തന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കാം. ഇനി ഒരു ടോപ്പിക് കൂടെ കഴിയുമ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ അങ്ങ് തീരും. തേർഡ് മൊഡ്യൂൾ അല്ലേ സാർ? സോറി, തേർഡ് മോഡ്യൂൾ തീരും. നമുക്കപ്പോൾ